മുംബൈ ഭീകരാക്രമണത്തിൽ സ്വന്തം ജീവൻ മറന്ന് രാജ്യത്തിന് കാവൽ നിന്ന ശൗര്യചക്ര PV മനേഷ് സൈന്യത്തിൽ നിന്നും വിരമിച്ചു. നീണ്ട 28 വർഷത്തെ സേവനത്തിന് ശേഷമാണ് മനേഷ് സൈനിക യൂണിഫോം അഴിച്ചുവെക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ആ സമയത്ത് ഞാൻ ഡെപ്യൂട്ടേഷൻ്റെ ഭാഗമായി NSGയിലായിരുന്നു സർവീസ് ചെയ്തിരുന്നത്. 264 ആൾക്കാർ മരിക്കുകയും 600-ൽ പരം ആൾക്കാർക്ക് പരിക്കേറ്റുകയും ചെയ്ത ഓപ്പറേഷനായിരുന്നു അത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ 10 തീവ്രവാദികൾ മുംബൈയിലേക്ക് വരികയും അവിടെ നിന്ന് സാധാരണക്കാരായ ജനങ്ങളടക്കെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുന്നതിനിടയിൽ അവസാനമായിട്ട് ഓബറോയ് ഹോട്ടലിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെ വധിക്കുന്നതിനിടയിൽ വെച്ചിട്ടാണ് എനിക്ക് പരിക്ക് പറ്റുന്നത്. രാജ്യം മുൾമുനയിൽ നിന്ന നിമിഷം മുംബൈ ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിൽ ഭീകരർ മനുഷ്യജീവനുകളെ കൊന്നൊടുക്കുന്നു. ജീവൻ മറന്ന് ഭീകരരെ നേരിടുന്നതിനിടയിൽ ഗ്രനേഡ് വീണാണ് NSG കമാൻഡോ PV മനേഷിന് ഗുരുതരമായി പരിക്കേറ്റത്. 1 വർഷത്തോളം സംസാരിക്കാൻ കഴിയാതെ കോമയിലായിരുന്നു. ഇന്നിപ്പോൾ 28 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം മദ്രാസ് റെജിമെന്റ് സെന്ററിൽ നിന്നും ശൗര്യചക്ര PV മനേഷ് വിരമിക്കുകയാണ്. വിരമിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു യൂണിഫോം അഴിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ജീവിതവും സൈന്യവും അതേപോലെ തന്നെ നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ പരമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളുടെയും മുന്നോട്ട് പോകാനാണ്. സൈനിക യൂണിഫോം അഴിച്ചെങ്കിലും രാജ്യത്തിനായി പുതുതലമുറയെ വാർത്തെടുക്കുന്ന തിരക്കിലാണ് മനേഷ്. ഒരു മനേഷിന് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ഇനിയൊരു അതിനേക്കാൾ മൂല്യത്തോടുകൂടി ഉണ്ടാവണം എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ നാട്ടിൽ, എൻ്റെ അഴീക്കോട് എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു. ഇന്ന് അഭിമാനത്തോട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഭീകരരെ ധീരമായി നേരിട്ട മകന്റെ പോരാട്ട വീര്യത്തിൽ അമ്മയ്ക്കും അഭിമാനം. കൈക്കും കാലിനും എല്ലാം ഇതായിട്ടും എൻ്റെ മോന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ രാജ്യസേവനം അനുഷ്ഠിച്ചു. വരുന്നവരും പോകുന്നവരും എല്ലാം പറയും, അമ്മയുടെ മകൻ്റെ സ്നേഹവാത്സല്യം കൊണ്ടുള്ളതല്ലേ ഇതെല്ലാം കാണുന്നത്. ഞാൻ പറഞ്ഞത് മാത്രമാണ്. ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നതാണ് ഇതെല്ലാം കാണുന്നത്. ഇന്നത്തെ അച്ഛൻ്റെ മകനെ ജനിക്കാൻ വേണ്ടി എനിക്ക് അഭിമാനമുണ്ട്. ലഹരിക്കടിമകളാകുന്ന യുവതലമുറയെ പിന്തിരിപ്പിച്ച് ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മനേഷ്. ഒപ്പം രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കാനുള്ള കരുത്തും പകർന്നു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.